Merhaba arkadaşlar, hoş geldiniz. ടർക്കിഷ് ലാംഗ്വേജിൽ നമ്മൾ മറ്റൊരാളെ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് വിഷ് ചെയ്യേണ്ടത് എന്നതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി ഗ്രീറ്റിംഗ്സിൽ നിന്നും തുടങ്ങാം. ഗ്രീറ്റിംഗ് എന്നതിന് ടർക്കിഷിൽ സെലാം ലാഷ്മ എന്നാണ് പറയുന്നത്. സെലാം ലാഷ്മ, സലാം ലാഷ്മ. ടർക്കിഷിൽ വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു ഗ്രീറ്റിംഗ് ആണ് മെർഹബ. മെർഹബ. മെർഹബ മീൻസ് ഹായ് ഓർ ഹലോ. ഓരോ എപ്പിസോഡിൻ്റെയും തുടക്കത്തിൽ മെർഹബ arkadaşlar, ഹോഷ് ഗാൽദിനിസ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം എന്നതാണ് അതിൻ്റെ അർത്ഥം. സോ മെർഹബ മീൻസ് ഹായ് ഓർ ഹലോ. മെർഹബ എന്ന ഗ്രീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, നേറ്റീവ് സ്പീക്കേഴ്സ് മെർഹബ എന്ന് പറയുമ്പോൾ അതിലെ എച്ച് എന്ന ലെറ്ററിൽ അധികം ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ അതിനെ ഉച്ചരിക്കാതെ മെർഹബ എന്നാണ് പറയാറുള്ളത്. മെർഹബ, മെർഹബ. സോ ആരെങ്കിലും നിങ്ങളോട് മെർഹബ എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് അവരോടും മെർഹബ എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇനി ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ മെർഹബ ലാർ എന്നാണ് പറയേണ്ടത്. മെർഹബ ലാർ. മെർഹബ എന്നതിൻ്റെ പ്ലൂറൽ ഫോമാണ് മെർഹബ ലാർ. ഇറ്റ് മീൻസ് ലൈക്ക് ഹലോ ടു യു ഓൾ ഓർ ഹായ് ടു യു ഓൾ. കൂടുതൽ പേരെ ഗ്രീറ്റ് ചെയ്യുന്നതിന് മെർഹബ ലാർ എന്നതിന് പകരം മെർഹബ എന്ന് മാത്രം പറയുന്നതും തെറ്റല്ല. ഇനി ഹായ് ഓർ ഹലോ എന്ന അർത്ഥത്തിൽ ടർക്കിഷിൽ ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയ മറ്റൊരു ഗ്രീറ്റിംഗ് ആണ് സലാം. സലാം. സലാം മീൻസ് ഹായ് ഓർ ഹലോ. ആരെങ്കിലും നിങ്ങളോട് സലാം എന്ന് പറയുകയാണെങ്കിൽ തിരിച്ച് അവരോടും സലാം എന്ന് തന്നെയാണ് പറയേണ്ടത്. സലാം. ഈ പദം അറബിക് ലാംഗ്വേജിൽ നിന്നും ടർക്കിഷ് ലാംഗ്വേജിലേക്ക് കടന്നു വന്നിട്ടുള്ള സലാമുൻ അലൈക്കും എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം കൂടിയാണ്. സലാം എന്നുള്ള ഗ്രീറ്റിംഗ് ഫോർമൽ സിറ്റുവേഷനിൽ ഉപയോഗിക്കാറില്ല. കാരണം സലാം വളരെ കാഷ്വൽ ആയ ഒരു ഗ്രീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എന്നിവരുടെ അടുത്താണ് സലാം എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ഫോർമൽ സിറ്റുവേഷനിൽ മെർഹബ എന്ന ഗ്രീറ്റിംഗ് ആണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. സലാം, മെർഹബ. ടർക്കിഷിലെ മറ്റൊരു ഗ്രീറ്റിംഗ് ആണ് ഈ ഗുൻലർ. ഈ ഗുൻലർ, ഈ ഗുൻലർ. ഗുഡ് ഡേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളുകളെ ഗ്രീറ്റ് ചെയ്യാൻ ഈ ഗുൻലർ എന്ന് പറയാവുന്നതാണ്. ഈ ഗുൻലർ എന്ന ഗ്രീറ്റിംഗ് ഫോർമൽ. എക്സാമ്പിൾ, നിങ്ങളൊരു ബാങ്കിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഗുനായിദൻ എന്നാണ് പറയുന്നത്. ഗുനായിദൻ, ഗുനായിദൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഗ്രീറ്റിംഗ് ആണ് ഹൈർല് സബാഹ്ലാർ. ഹൈർല് സബാഹ്ലാർ. ഗുഡ് മോർണിംഗ്. ടർക്കിഷിൽ വൈകുന്നേരം ആളുകളെ ഗ്രീറ്റ് ചെയ്യാൻ ഈ അക്ഷാംലാർ എന്ന് പറയാവുന്നതാണ്. ഈ അക്ഷാംലാർ, ഈ അക്ഷാംലാർ. ഗുഡ് ഈവനിങ്. മറ്റൊരു പ്രയോഗം ഹൈർല് അക്ഷാംലാർ. ഹൈർല് അക്ഷാംലാർ. ഗുഡ് ഈവനിങ്.